നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF ഉദ്യോഗസ്ഥരുടെ ശക്തമായ കാവലാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ. അവർക്കൊപ്പം തന്നെ ശക്തമായി നിലയുറപ്പിക്കുകയാണ് ബംഗാൾ ഗ്രാമീണരും. ഇത് ഉയർത്തിക്കാട്ടുന്ന സംഭവ വികാസങ്ങളാണ് ഇന്നലെ മാൾഡയ്ക്ക് സമീപം ഉണ്ടായത്. പശ്ചിമ ബംഗാളിലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ അതിർത്തി രക്ഷാസേന BSF ഉദ്യോഗസ്ഥരും ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് BGBയും തമ്മിൽ വേലി കെട്ടുന്ന ജോലിയെ ചൊല്ലി വാക്കുതർക്കം ഉണ്ടായതിൽ തുടർന്ന് സംഘർഷം ഉടലെടുത്തു. മാൾഡ ജില്ലയിലെ സുഖ്ദേപൂർ ഗ്രാമത്തിന് സമീപം BSF ജവാന്മാർ അതിർത്തിയുടെ ഇന്ത്യൻ ഭാഗത്ത് ഫെൻസിംഗ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കെയാണ് സംഭവം നടന്നത്. തർക്കം പെട്ടെന്ന് രൂക്ഷമായി. അതിർത്തി സുരക്ഷാ സേനയിലെ ജവാന്മാരെ പിന്തുണച്ച് ഇന്ത്യൻ ഭാഗത്ത് നിന്ന് ഒരു കൂട്ടം ഗ്രാമീണർ ഒത്തുകൂടാനും ഇന്ത്യ അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിക്കാനും തുടങ്ങി. ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം, ജയ് ശ്രീറാം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന ഒരു കൂട്ടം ഗ്രാമവാസികളെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിൽ കാണാം. BGB ആശങ്ക പ്രകടിപ്പിച്ചതോടെ സ്ഥിതിഗതികൾ താൽക്കാലികമായി തടസ്സപ്പെട്ടതായാണ് റിപ്പോർട്ട്. എങ്കിലും ഫെൻസിംഗ് ജോലികൾക്ക് ഇരു രാജ്യങ്ങളും മുൻകൂർ അനുമതി നൽകിയിട്ടുണ്ടെന്ന് ഇന്ത്യൻ പക്ഷം BGBക്ക് ഉറപ്പ് നൽകിയതിനാൽ പ്രശ്നം വേഗത്തിൽ പരിഹരിച്ചതായി BSF അറിയിച്ചു. സാധാരണ ബോർഡർ മാനേജ്മെന്റ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ചെറിയ തടസ്സത്തെ തുടർന്ന് നിർത്തിവെച്ച ജോലി പുനരാരംഭിച്ചു. വൈറൽ വീഡിയോ പങ്കിട്ടുകൊണ്ട് BJP നേതാവും പശ്ചിമ ബംഗാൾ നേതാവുമായ സുവേന്ദു അധികാരി പ്രാദേശിക ഗ്രാമീണരെയും BSFനെയും അവരുടെ ദ്രുത പ്രതികരണത്തെയും പ്രശംസിച്ചു. പൊതുജനങ്ങൾക്കിടയിലുള്ള ദേശീയ വികാരങ്ങളുടെ സാന്നിധ്യം BGB ഉദ്യോഗസ്ഥരെ പിൻവാങ്ങാൻ നിർബന്ധിതരാക്കി. പ്രദേശത്തെ പ്രാദേശിക ഇന്ത്യൻ പൗരന്മാരും ഉദ്യോഗസ്ഥരും അവരെ ഭയപ്പെടുത്തി. ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു ശല്യവും വെച്ചുപൊറുപ്പിക്കില്ലെന്ന് അവർ മനസ്സിലാക്കി. ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം, ജയ് ശ്രീറാം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. BGB ഉദ്യോഗസ്ഥർ പലായനം ചെയ്യാൻ നിർബന്ധിതരായപ്പോൾ പ്രതിധ്വനിക്കുന്നത് പശ്ചിമ ബംഗാളിലെ പൊതു ഉണർവിന്റെ ഫലമാണ്, സുവേന്ദു അധികാരി എക്സിൽ പോസ്റ്റ് ചെയ്തു. പിന്നാലെ ഇന്ത്യൻ ഭാഗത്ത് 5 കിലോമീറ്റർ അതിർത്തിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് BGB കമാൻഡറുടെ പ്രസ്താവന ചൊവ്വാഴ്ച അതിർത്തി പ്രദേശത്ത് സംഘർഷത്തിന് കാരണമായി. ഈ അവകാശവാദം ശക്തമായി നിഷേധിച്ചു. നിലത്ത് 1 ഇഞ്ച് പോലും മാറിയിട്ടില്ല. മറുവശത്ത് റാണാഘട്ട് അതിർത്തി ഔട്ട്പോസ്റ്റ് ഇന്ത്യയുടെ ഭാഗത്താണ്, ഇന്ത്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. തെക്കു പടിഞ്ഞാറൻ ബംഗ്ലാദേശിലെ ജനൈദാഗ് ജില്ലയിലെ മൊഹേഷ്പൂർ പ്രദേശത്തിന് സമീപം ഇന്ത്യൻ അതിർത്തിയിലൂടെ ഒഴുകുന്ന കോഡാല നദിയുടെ നിയന്ത്രണം BGB ഓഫീസർ ഉറപ്പാക്കുന്നതാണ് വീഡിയോ. BGB കമാൻഡറുടെ അടിസ്ഥാനരഹിതവും നിരുപാധിത്തരപരവുമാണ് എന്ന് വിശേഷിപ്പിച്ച് BSF ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ NK പാണ്ഡെ ഗ്രൗണ്ടിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. അതിനിടെ വടക്കൻ ത്രിപുരയ്ക്ക് സമീപം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF ഉദ്യോഗസ്ഥരുടെ സംഘത്തെ ആക്രമിക്കാൻ 15 മുതൽ 20 പേരടങ്ങുന്ന ബംഗ്ലാദേശ് കള്ളക്കടത്തുകാരുടെ സംഘം ശ്രമിച്ചു. എന്നാൽ BSF ഈ നീക്കം തടഞ്ഞു. ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് BGB കള്ളക്കടത്തുകാരെ പിരിച്ചുവിടാൻ BSFനെ സഹായിച്ചു എന്നത് ശ്രദ്ധേയമാണ്. വിവിധ നിരോധിത വസ്തുക്കൾ കടത്താൻ ശ്രമിക്കുന്നതിനിടെ പ്രദേശത്ത് ജാഗ്രത പുലർത്തിയ BSF സൈനികർ ഒരു സ്ഥലം ബംഗ്ലാദേശി കള്ളക്കടത്തുകാരെ തടയാൻ ശ്രമിച്ചു. നിർത്താൻ ഉത്തരവിട്ടപ്പോൾ കള്ളക്കടത്തുകാർ മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് BSF ജവാന്മാരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ജവാന്മാരുടെ ആയുധങ്ങളും വെടിക്കോപ്പുകളും തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സുരക്ഷാ ഉദ്യോഗസ്ഥരെ വൃത്തികെട്ട ഭാഷയിൽ അധിക്ഷേപിക്കുകയും ചെയ്തു, ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.